ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചൈനയിലെ ഷെജിയാങ് പ്രോവിൻസിലുള്ള കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് കണ്ടില്ലേ, ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇലക്ട്രിക് ടു വീലേഴ്സിൻ്റെ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും എത്രയൊക്കെ ടു വീലേഴ്സിൻ്റെ കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനിലും കളേഴ്സിലും ഒരുപാട് ടു വീലേഴ്സ് ഇതുപോലെ വെച്ചിരിക്കുന്ന കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് ഇവരോട് ചോദിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ കാണാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ കുറച്ച് ടു വീലേഴ്സൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇത് 50 മുതൽ 60 കിലോമീറ്റർ വരെ ഒരു സിംഗിൾ ചാർജിൽ ഓടിക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. നല്ല കളേഴ്സാണ്, നല്ല അടിപൊളി കളേഴ്സ്. ഈ കാണുന്ന ക്യൂട്ട് ഡിസൈനിലും കളേഴ്സിലും കാണുന്ന ടു വീലേഴ്സിനൊക്കെ 2400 RMB എന്നാണ് ഇവർ പറഞ്ഞത്. ഇതും ഒരു സിംഗിൾ ചാർജിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും. സാൻചിയമ്പാ ഇത് ചഹാഷ്വാ സൻചിയമ്പാ 3800 RMB ആണ്. ഇത് കുറച്ച് കൂടെ നല്ലതാണ്. തോസാമി തോസ ഉഷുകുംഗ്ലീഷുവാ 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ ഇത് ഒരു സിംഗിൾ ചാർജിൽ ഓടിക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. ഇതിലിവിടെ കുറെ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതായത് റെഡ് കളറൊക്കെ ഉണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതും കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ചൈനയിൽ എല്ലാവരും തന്നെ ഇലക്ട്രിക് ടു വീലേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക് ടു വീലേഴ്സിന് എല്ലാ സൊസൈറ്റികളിലും ഇതുപോലെ ഇലക്ട്രിക് ടു വീലേഴ്സ് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പവർ പോയിന്റ് എല്ലാ സൊസൈറ്റിയിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പം ഞാൻ താമസിക്കുന്ന സൊസൈറ്റിയിൽ കൊടുത്തിരിക്കുന്ന ചാർജിങ് സിസ്റ്റമാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്ന്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഒരു ചാർജിങ് പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ പവർ കുത്താൻ വേണ്ടിയുള്ള ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു QR കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് പൈസ 2 RMB ഒക്കെ ആവുള്ളൂ. 2 RMB 3 RMB ഉണ്ട്. നമുക്ക് 50 മുതൽ 60 കിലോമീറ്റർ വരെ നമുക്ക് ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ എല്ലാ സൊസൈറ്റികളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടു വീലേഴ്സിനും ഇതുപോലെ കുട ഉണ്ടാവും കേട്ടോ. അത് വെയിലത്തും മഴയത്തൊക്കെ പോകുമ്പോൾ വെയിലും മഴയും കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവരിങ്ങനെ കുടയുള്ള ടു വീലേഴ്സ് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ, ഈ ടു വീലർ ഡെലിവറി ബോയ്സ് ഉപയോഗിക്കുന്ന ടു വീലേഴ്സാണ്. അതിൻ്റെ മേലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കുട കണ്ടോ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കുടകൾ നിങ്ങൾക്ക് ടു വീലേഴ്സിൻ്റെ മേലെ വെയിലും മഴയും കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവരുപയോഗിക്കുന്നത് ചൈനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഞാനിവിടെ ഒരു ഷോപ്പിൽ വന്നാണ്. അന്നപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വന്ന് ബൈക്ക് പോലെ ഇരിക്കും. അതുപോലെ ബാക്ക് സൈഡിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും വിൽക്കാനും ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് കാണാം. ഇത് കൂടുതലായിട്ടും ആൾക്കാർ വഴിയോര കച്ചവടക്കാരാണ് ഇത് കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലങ്ങളിലും കച്ചവടം നടത്തുന്നതായിട്ടാണ് ഈ വണ്ടി കണ്ടിട്ടുള്ളത് കേട്ടോ. ഇതവർക്ക് വളരെ ഉപകാരപ്രദമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ബൈക്ക് എങ്ങനെയുണ്ട്? ഈ ടു വീലേഴ്സ് വെയിലും മഴയൊന്നും കൊള്ളാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് അങ്ങനത്തെ കുറേ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതും ഒരുപാട് ചെറിയ മക്കളെയൊക്കെ സ്കൂളിലൊക്കെ പെട്ടെന്ന് കൊണ്ടുവിടാൻ വേണ്ടിയൊക്കെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതായിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. കാണാനും നല്ല ലുക്കുണ്ടല്ലേ. ശരിക്കും നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവറിങ് ആണ് അതിന് അവർ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയൊക്കെ ഇല്ലേ, അത് പറഞ്ഞ പോലത്തെ ഇതുപോലെയുള്ള വാഹനങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതും ചില ആൾക്കാരൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ കൊച്ചുമക്കളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇതുണ്ടല്ലേ, ജസ്റ്റ് ഒരു കവർ പോലെ ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള ഒന്നുമില്ല. അത് കാറ്റും മഴയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് കൂടുതലായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ഈ ഷോപ്പിൽ നമുക്ക് കുറേ തരത്തിലുള്ള ബൈക്കുകളാണ് കേട്ടോ.
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു ഏരിയ ചൈനയിലെ എല്ലായിടത്തും ടൂ വീലേഴ്സിന് പോകാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വിശാലമായൊരു റോഡ് തന്നെ ഉണ്ടെന്ന് പറയാം. ഇതിപ്പോൾ ഒരു സൈഡിലൂടെ വരുന്ന ടൂ വീലേഴ്സിന് മാത്രം വരാൻ വേണ്ടിയുള്ളൊരു വഴിയാണ് കേട്ടോ. ഇതുപോലെ രണ്ട് സൈഡിലും ടൂ വീലേഴ്സിന് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ വിശാലമായ റോഡുകൾ ഉണ്ടാവും. കണ്ടില്ലേ, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ അതിമനോഹരമായിട്ടുള്ള റോഡുകൾ തന്നെയായിരിക്കും ഉണ്ടാവാറുള്ളത്. രണ്ട് സൈഡിലും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു പോലീസുകാരനും ടൂ വീലർ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പോലീസുകാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആട്ടോ. നമ്മൾ മോശമായിട്ടൊന്നും ചെയ്യാതിരുന്നാൽ ഇവർ നമ്മളെ ഒന്നും പറയത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതെല്ലാം ടൂ വീലേഴ്സ് നിർത്തിയിട്ടിരിക്കുന്നതാണ്. ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനി, ഹലോ ബൈക്ക് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് കമ്പനി വെച്ചിട്ടുള്ള ബൈക്കുകളാണ്. ഇത് ആർക്ക് വേണമെങ്കിലും നമുക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ, ചെറിയൊരു പൈസ അടച്ചാൽ മതി. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. അപ്പോൾ കൂടുതൽ ചൈനയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.